നമ്മൾ നാടൊക്കെ വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നമ്മുടെ നാട്ടിലെ പല സാധനങ്ങളൊക്കെയാണ് അല്ലേ. അപ്പോൾ ഇന്ന് അതേപോലെ ഒരു കടയിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഞാൻ എൻ്റെ കൂട്ടുകാരും കൂടിയാണ് ബൈക്കിലാണ് പോകുന്നത്. അപ്പോൾ ഒരുപാട് പേരുടെ ഒരു ഇതാണ്, നമ്മളിപ്പോൾ ബാംഗ്ലൂർ ആയാലും വേറെ എവിടെയാണെങ്കിലും കേരളത്തിന് പുറത്ത് എവിടെയാണെങ്കിലും നമ്മൾക്ക് നമ്മുടെ നാട്ടിൻ്റെ തനതായ പല സാധനങ്ങളും ലഭ്യതക്കുറവുണ്ടാകും. കാരണം കിട്ടാൻ കുറച്ച് പണിയായിരിക്കും. കാരണം ബാംഗ്ലൂർ ഞാൻ വെറുതെ പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ കൊൽക്കത്തയിലുള്ളത്. കൊൽക്കത്തയിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിലത്തെ അതേ ടേസ്റ്റുള്ള സംഭവങ്ങളൊക്കെ കിട്ടാൻ ഞങ്ങൾ നിൽക്കുന്ന ഏരിയയിൽ കുറവാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാനെൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ പോകാൻ നോക്കി. കാരണം ഒരുപാട് നാളായി നമ്മുടെ നാട്ടിലെ ആ പുട്ടുപൊടിയും സംഭവങ്ങളൊക്കെ ഒന്ന് കഴിച്ചിട്ട്, പിന്നെ ചിപ്സ് അങ്ങനെ സംഭവങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് നേരെ അങ്ങ് പിടിച്ചു. അപ്പോൾ കൊൽക്കത്ത എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ലൊരു അടിപൊളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റി തന്നെയാണ് കൊൽക്കത്ത. പഴയത് നമ്മുടെ ഇന്ത്യയുടെ ക്യാപിറ്റലായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ എന്തായാലും ഇപ്പോഴും പല മാറ്റങ്ങളും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വലിയ മാളിൻ്റെ തൊട്ട് പിന്നാലെയാണ് നമ്മുടെ കട, അതായത് ദക്ഷിൺ സ്റ്റോഴ്സ് എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു പലചരക്ക് കടയൊക്കെ ഇല്ലേ, അതേപോലെ മസാല കട സംഭവങ്ങളില്ലേ, ആ സംഭവമാണ് അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് നേരെ റൈറ്റ് തിരിഞ്ഞിട്ട് നേരെ പോയി. ഇനി അധികം ദൂരമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് കടയൊന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഗൂഗിൾ മാപ്പിൽ നമ്മൾ ലൊക്കേഷനിൽ എത്തി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഇതൊരു സംഭവം കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. റൈറ്റ് സൈഡ് എവിടെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അവസാനമായിട്ട് ഞങ്ങൾ കട കണ്ടുപിടിച്ചു. ഈ കാണുന്നതാണ് ദക്ഷിൺ സ്റ്റോഴ്സ്. ഇതാണ് സംഭവം കട. കടയുടെ മുന്നിലായിട്ട് മലയാളം, ഹിന്ദി, തമിഴ്, കന്നഡ, തെലുങ്ക്, എല്ലാ ഇംഗ്ലീഷ് എല്ലാ സംഭവത്തിനും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ ചങ്കും കൂടി അവിടെ തൊട്ട് മുന്നിന്നൊരു സെൽഫിയൊക്കെ എടുത്തു. കാരണം ഒരുപാട് ആഗ്രഹിച്ച സാധനങ്ങളൊക്കെ സംഭവങ്ങൾ കുറേ അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ചിപ്സ് ആയിക്കോട്ടെ, മിക്സർ ആയിക്കോട്ടെ, എന്തും എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ച് ഒന്ന് ബൾക്കായിട്ടൊന്ന് മേടിക്കാൻ വേണ്ടി വിചാരിച്ചു. ഒരു മാസത്തിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ മേടിക്കാൻ വേണ്ടി വിചാരിച്ചു. കാരണം വീണ്ടും വീണ്ടും വരണ്ടല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് തന്നെ കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചു. കുറച്ച് പൈസയുടെ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. കാരണം അതെന്തായാലും ഇത്രയും ദൂരം വന്നിട്ട് നമുക്കിത് കിട്ടുമ്പോൾ നമ്മൾ ആ പൈസയുടെ കാര്യം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നന്നായി ഇഷ്ടപ്പെട്ടു. പിന്നെ പെട്ടെന്ന് ഗുരുവായൂരപ്പനെയും അവിടെ വരുമ്പോൾ തന്നെ അയ്യപ്പൻ്റെ സോങ്ങൊക്കെ ഉണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നാട്ടിലെത്തിയൊരു ഫീലിംഗ് ആയിരുന്നു. ഒരുപാട് തമിഴും മലയാളികളും പല ആളുകളും ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ. കാരണം പണ്ടേ ഇവിടെ വന്നിട്ട് സ്ഥിരതാമസം നടത്തിയ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ സാധനങ്ങളൊക്കെ മേടിച്ചു. കൂടുതൽ നേരം അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും മേടിക്കുന്നൊരു പേടി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതാ ശരിക്കും കടയുടെ തൊട്ട് ഫ്രണ്ടിലായിട്ട് റൈറ്റ് സൈഡ് കണ്ട് ഒരു നല്ലൊരു ഫുട്പാത്തൊക്കെ ഉണ്ട്. റൈറ്റും ലെഫ്റ്റും ആയിട്ട് രണ്ട് സൈഡിലും ഫുട്പാത്തുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരൊക്കെ നമ്മുടെ സൗത്ത് ഇന്ത്യൻസ് ആട്ടോ ഈ വന്ന ആൾക്കാരൊക്കെ. അതൊക്കെ അവരവിടെ ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചേട്ടൻ, കടയിലെ ചേട്ടൻ ഇതാണ്. അപ്പോൾ ചേട്ടൻ നല്ല തിരക്കിലാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ അച്ചാറൊക്കെ മേടിച്ചുകൊണ്ട് നമ്മൾ യാത്ര തിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, എന്തായാലും നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.